Hi all. Today I am discussing the topic three-dimensional object representation. അപ്പോൾ എങ്ങനെയാണ് ഒരു ത്രീ-ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓവർവ്യൂ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം റെപ്രസെൻറ്റേഷനെ. ഫസ്റ്റ് വൺ ഈസ് ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സ്പേസ് പാർട്ടീഷനിങ് റെപ്രസെൻറ്റേഷൻ. ഇൻ കേസ് ഓഫ് ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ, അതിനകത്ത് ഓരോ ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കുറേ സെറ്റ് ഓഫ് പോളിഗൺസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ സെറ്റ് ഓഫ് സർഫസസ് ആയിട്ടായിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് സ്പേസ് പാർട്ടീഷനിങ് റെപ്രസെൻറ്റേഷൻ, അതിൻ്റെ ഇൻറ്റീരിയർ പ്രോപ്പർട്ടി, ഓരോ ഒബ്ജക്റ്റിൻ്റെയും ഇൻറ്റീരിയർ പ്രോപ്പർട്ടി റെപ്രസെൻറ്റ് ചെയ്യുന്ന വിധമാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഇൻറ്റീരിയർ പ്രോപ്പർട്ടീസ്. ആദ്യത്തെ കേസിൽ ഒരു ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കുറേ സെറ്റ് ഓഫ് സർഫസസ് ആയിട്ടും, ദെൻ രണ്ടാമത്തെ കേസിൽ അതിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ഈസ് പോളിഗൺ സർഫസ്. അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ എന്താണോ ഒരു 3D ഒബ്ജക്റ്റ്, അതിനെ ഒരു സെറ്റ് ഓഫ് സർഫസസ് അല്ലെങ്കിൽ പോളിഗൺസ് ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബൗണ്ടറി ഒബ്ജക്റ്റ് റെപ്രസെൻറ്റേഷനാണ് പോളിഗൺ സർഫസ്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബൗണ്ടറി ഒബ്ജക്റ്റ് റെപ്രസെൻറ്റേഷൻ അതാണ് പോളിഗൺ സർഫസ്. അതിനകത്ത് നമ്മൾ മെയിനായിട്ടും പറയുന്നത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് സർഫസ് പോളിഗൺസ് ആയിട്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കാറ് ഡിസൈൻ ചെയ്യണമെന്ന് വിചാരിക്കുക. ഫസ്റ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വയർ ഫ്രെയിം ഡിസ്പ്ലേ, വയർ ഫ്രെയിം മോഡലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാറിൻ്റെ ഏകദേശ സ്ട്രക്ചറിനനുസരിച്ചിട്ടുള്ള ഒരു വയർ ഫ്രെയിം മോഡൽ, അല്ലെങ്കിൽ കുറേ സെറ്റ് ഓഫ് പോളിഗൺസ് യൂസ് ചെയ്തിട്ടുള്ളൊരു മോഡൽ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു 3D ഒബ്ജക്റ്റും, ഇപ്പോൾ ഇതൊരു 3D ഒബ്ജക്റ്റാണ്. അപ്പോൾ ആ 3D ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ സെറ്റ് ഓഫ് പോളിഗൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ സെറ്റ് ഓഫ് പോളിഗൺസ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോളിഗൺ സർഫസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഒരു മെത്തേഡാണ് പോളിഗൺ ടേബിൾ. പോളിഗൺ ടേബിളിനകത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇൻ ദിസ് മെത്തേഡ് ദ സർഫസ് ഈസ് സ്പെസിഫൈഡ് ബൈ എ സെറ്റ് ഓഫ് വെർട്ടെക്സ് കോർഡിനേറ്റ്സ് ആൻഡ് അസോസിയേറ്റഡ് ആട്രിബ്യൂട്ട്സ്. ഇപ്പോൾ നമ്മളിപ്പോൾ പോളിഗൺ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ആ റെപ്രസെൻറ്റിനെ, ആ സർഫസിനെ അല്ലെങ്കിൽ പോളിഗണിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേബിളാണ് പോളിഗൺ ടേബിൾ. നമ്മൾ ഫസ്റ്റിലെ പറഞ്ഞു, ഒരു 3D ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കുറേ സെറ്റ് ഓഫ് സർഫസസ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് പോളിഗൺസ് യൂസ് ചെയ്തിട്ടാണ്. ഇനി ആ പോളിഗൺസിനെ എങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം, അത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് കുറേ സെറ്റ് ഓഫ് വെർട്ടെക്സ് കോർഡിനേറ്റ്സും അതിൻ്റെ ആട്രിബ്യൂട്ട്സും യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ പോളിഗൺ ടേബിളിനെ കുറേ കാര്യങ്ങൾ, ഈ പോളിഗണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്ന ടേബിളാണ് പോളിഗൺ ടേബിൾ. അപ്പോൾ ആ ടേബിൾ രണ്ടായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തേക്കുന്നു. ഫസ്റ്റ് ജോമെട്രിക് ടേബിൾ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ആട്രിബ്യൂട്ട് ടേബിൾ. ഇപ്പോൾ ജോമെട്രിക് ടേബിളിനകത്ത് വരുന്നത്, ഇറ്റ് കണ്ടെയ്ൻസ് വെർട്ടെക്സ് കോർഡിനേറ്റ്സ്. ഓരോ പോളിഗണിൻ്റെയും വെർട്ടെക്സ് എന്താണ്, അതിൻ്റെ പാരാമീറ്റേഴ്സിനെ കുറിച്ച് ഇൻഫർമേഷൻസ് ടു ഐഡൻറ്റിഫൈ ദി സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ ഓഫ് ദി പോളിഗൺ സർഫസ്. അപ്പോൾ അതാണ് ജോമെട്രിക് ടേബിളിനകത്ത് തന്നെ കുറേ സെറ്റ് ഓഫ് വെർട്ടെക്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസുമാണ് ജോമെട്രിക് ടേബിളിനകത്ത് വരുന്നത്. സെക്കൻഡ് ഈസ് ആട്രിബ്യൂട്ട് ടേബിൾ. ആട്രിബ്യൂട്ട് ടേബിൾ കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ അബൌട്ട് ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്. That means degree of transparency of the object, surface reflectivity and texture characteristics. അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ്, ഓരോ പോളിഗണിൻ്റെയും ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്ന ടേബിളാണ് ആട്രിബ്യൂട്ട് ടേബിൾ. ദെൻ ജോമെട്രിക് ടേബിൾ എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് സെറ്റ് ഓഫ് വെർട്ടെക്സ് കോർഡിനേറ്റ്സും അതിൻ്റെ പാരാമീറ്റേഴ്സുമാണ്. ദെൻ ഈ ജോമെട്രിക് ടേബിളിനെ അഗെയിൻ വി ഡിവൈഡഡ് ഇൻ ടു 3. ജോമെട്രിക് ടേബിളിനെ നമുക്ക് വീണ്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് വെർട്ടെക്സ് ടേബിൾ, സെക്കൻഡ് ഈസ് എഡ്ജ് ടേബിൾ ആൻഡ് തേർഡ് വൺ ഈസ് പോളിഗൺ ടേബിൾ. അപ്പം നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്താണ് വെർട്ടെക്സ് ടേബിൾ. വെർട്ടെക്സ് ടേബിൾ മീൻസ് ഒരു പോളിഗണിനകത്ത് വെർട്ടെക്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനാണ് വെർട്ടെക്സ് ടേബിൾ യൂസ് ചെയ്യുന്നത്. ദെൻ എഡ്ജ് ടേബിൾ മീൻസ് ആ പോളിഗൺ നമ്മൾ വരയ്ക്കുമ്പോൾ രണ്ട് വെർട്ടെക്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ എഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസാണ്
ഒരു പോളിഗൺ ടേബിളിനകത്ത് ആ പോളിഗണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും സ്റ്റോർ ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്താണ് എഡ്ജ് ടേബിൾ, എന്താണ് പോളിഗൺ ടേബിൾ അല്ലെങ്കിൽ സർഫസ് ടേബിൾ, എന്താണ് വെർട്ടെക്സ് ടേബിൾ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിനകത്ത് 2 പോളിഗണാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇതൊരു ഒബ്ജക്റ്റാണ്, 3D ഒബ്ജക്റ്റാണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സെറ്റ് ഓഫ് പോളിഗൺസ് ആയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ സെറ്റ് ഓഫ് പോളിഗൺസ് ഇവിടെ 2 പോളിഗണാണ് യൂസ് ചെയ്യുന്നത്, S1ഉം S2ഉം. ഇപ്പോൾ പോളിഗണിന് പറയുന്ന വേറൊരു പേരാണ് സർഫസ്. അപ്പോൾ ഇവിടെ സർഫസ് എന്നുള്ളതിൻ്റെ S1ഉം S2 ആണ് ഈ കാണിച്ചേക്കുന്നത്. നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് എല്ലാം ഈ ഒരു ഫിഗറിൻ്റെ ഉള്ളിൽ തന്നെ വന്നു. 3D ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സെറ്റ് ഓഫ് പോളിഗൺസ് യൂസ് ചെയ്യുന്നു. ഇൻ ദിസ് ഫിഗർ കണ്ടെയ്ൻസ് 2 പോളിഗൺസ് ഓർ 2 സർഫസ് S1 ആൻഡ് S2. ആ S1 ആൻഡ് S2ൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് വേർട്ടെക്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസും ആവാം, അല്ലെങ്കിൽ എഡ്ജസിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസും ആവാം. അപ്പോൾ S1 എന്നുള്ള സർഫസ് ഉണ്ടാക്കിയേക്കുന്നത് ഏതൊക്കെ വേർട്ടെക്സ് യൂസ് ചെയ്തിട്ടാണെന്ന് നോക്കുക. V1, V2 ആൻഡ് V3. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും ഈ S1 കോളൻ ഇട്ടിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അടുത്ത് S2വിൻ്റെ വേർട്ടെക്സ് ഏതൊക്കെയാണെന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് എഡ്ജ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. S1 എന്നുള്ള ഒരു നമുക്ക് എഡ്ജ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ എഡ്ജസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഓരോ എഡ്ജസും എങ്ങനെയാണ് ഉണ്ടായേക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ E1, E2, E3, E4, E5 ആൻഡ് E6 ഇത്രയാണ് എഡ്ജസ് ആയിട്ട് അവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. എഡ്ജസ് മീൻസ് 2 വേർട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ എഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓരോ എഡ്ജും ഉണ്ടാക്കിയേക്കുന്നത് ഏതൊക്കെ വേർട്ടെക്സ് യൂസ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. V1 എന്നുള്ളൊരു എഡ്ജ് ഉണ്ടാക്കിയേക്കുന്നത് V1 ആൻഡ് V3 ജോയിൻ ചെയ്തിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും എഡ്ജ് ടേബിളിനകത്തുള്ളത്. ദെൻ വേർട്ടെക്സ് ടേബിളിനകത്ത് വരുന്നത് ഏതൊക്കെ വേർട്ടെക്സ് ആണുള്ളത്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് പൊസിഷൻ ഏതാണ്. അപ്പോൾ V1 എന്നുള്ള ഇപ്പോൾ നമുക്കിതിനകത്ത് 5 വേർട്ടെക്സുകളുണ്ട്. ഈ ഒരു ഫിഗറിനകത്ത് 5 വേർട്ടെക്സ് ഉണ്ട്. അപ്പോൾ ഓരോ വേർട്ടെക്സിനകത്തും അതിൻ്റെ XYZ കോർഡിനേറ്റ് പൊസിഷനാണ്. അപ്പോൾ ഇവിടെ V1 എന്ന് പറയുന്നത് അതിൻ്റെ കോർഡിനേറ്റ്സ് X1, Y1, Z1 ആണ്. V2ൻ്റെ കോർഡിനേറ്റ്സ് X2, Y2, Z2. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും കോർഡിനേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസാണ് ഓരോ വേർട്ടെക്സ് ടേബിളിനകത്തും സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് മെത്തേഡായിട്ട് പറയുന്നത്. പോളിഗൺ സർഫസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം ഒരു 3D ഒബ്ജക്റ്റിനെ, അല്ലെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ടേബിളാണ് പോളിഗൺ ടേബിൾ. ദെൻ ഇനി അടുത്ത മെത്തേഡിനെ കുറിച്ച് പറയുകയാണ് പ്ലെയിൻ ഇക്വേഷൻ. എങ്ങനെയാണ് നമുക്ക് പ്ലെയിൻ ഇക്വേഷൻ വെച്ചിട്ട് ഒരു 3D ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് പറയുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു പ്ലെയിൻ ഇക്വേഷൻ എന്താണെന്ന് അറിയാം. AX + BY + EZ + D = 0. അതിനാണ് നമ്മൾ പ്ലെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ പ്ലെയിൻ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഇൻസൈഡ് ദി പ്ലെയിൻ ആണോ, അല്ലെങ്കിൽ ഇൻസൈഡ് ദി സർഫസ് ആണോ, ഔട്ട്സൈഡ് ദി സർഫസ് ആണോ, അല്ലെങ്കിൽ ഓൺ ദി പ്ലെയിൻ ആണോ, ബോർഡറിലാണോ, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡാണിത് ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഒരു പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫോർ എനി പോയിൻ്റ് XYZ ഏതെങ്കിലും ഒരു പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിത്ത് പാരാമീറ്റേഴ്സ് A, B, C ആൻഡ് D, ദെൻ നമ്മൾ പറയുകയാണ് AX + BY + CZ + D = 0 ആണ് നമ്മുടെ പ്ലെയിൻ ഇക്വേഷൻ. അപ്പോൾ ≠0 വരാം, <0 വരാം, <0 വരാം. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും വന്നാൽ എങ്ങനെയായിരിക്കും ആ പോയിൻ്റ് എവിടെയായിരിക്കും ഒരു സർഫസിൻ്റെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ≠0 ആണെങ്കിൽ ദ പോയിൻ്റ് ഈസ് നോട്ട് ഓൺ ദി പ്ലെയിൻ. =0 ആണെങ്കിലാണ് പ്ലെയിനിൻ്റെ ഉള്ളിൽ വരുന്നത്, ഓൺ ദി പ്ലെയിൻ വരുന്നത്. ദെൻ <0 ആണെങ്കിൽ ദ പോയിൻ്റ് ഈസ് ഇൻസൈഡ് ദി സർഫസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു പോയിൻ്റ് ഇൻസൈഡ് ദി സർഫസ് ആണോ ഔട്ട്സൈഡ് ദി സർഫസ് ആണോ എന്ന് നമുക്ക് ഈ പ്ലെയിൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അറിയാൻ പറ്റും. അപ്പോൾ <0 ആണെങ്കിൽ ഈ പ്ലെയിൻ ഇക്വേഷൻ്റെ വാല്യൂ <0 ആണെങ്കിൽ ഇറ്റ് മീൻസ് ദ പോയിൻ്റ് ഈസ് ഇൻസൈഡ് ദി സർഫസ്. <0 ആണെങ്കിൽ ദ പോയിൻ്റ് ഈസ് ഔട്ട്സൈഡ് ദി സർഫസ്. ഇതാണ് മെയിനായിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. ദെൻ അത് നമുക്കിപ്പോൾ അതിൻ്റെ വാല്യൂസൊക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഇക്വേഷൻ ഇതാണ് AX + BY + EZ + D = 0. ദെൻ ഇപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുന്ന 3 പോയിൻറ്റ്സ് X1, Y1, Z1, X2, Y2, Z2 ആൻഡ് X3, Y3, Z3 എന്നുള്ളൊരു 3 വേർട്ടീസസ് ആണ് എങ്കിൽ നമുക്ക് ഈ ABCD എന്നുള്ളതിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻസൊക്കെ യൂസ് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഇക്വേഷനകത്തേക്ക് നമ്മൾ X1, X2,
x3 എന്നുള്ള ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. A, B, C, D ഇതിൻ്റെ 4 വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലെയിൻ ഇക്വേഷൻ. AX + BY + EZ + D = 0. ദെൻ ഇത് വെച്ചിട്ട് നമുക്ക് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കുന്നത് പോയിൻ്റ് ഈസ് ഓൺ ദി പ്ലെയിൻ. ഇപ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ദ പോയിൻ്റ് ഈസ് നോട്ട് ഓൺ ദി പ്ലെയിൻ. ലെസ് ദാൻ 0 ആണെങ്കിൽ ദ പോയിൻ്റ് ഈസ് ഇൻസൈഡ് ദ സർഫസ് ആൻഡ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോയിൻ്റ് ഈസ് ഔട്ട്സൈഡ് ദ സർഫസ്. ദെൻ നമ്മളിവിടെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് 3 കോർഡിനേറ്റ് പോയിൻറ്റ്സ് നമുക്ക് തന്നേക്കുവാണ്, ഇൻപുട്ടായിട്ട് തന്നേക്കുവാണ് എങ്കിൽ നമുക്ക് ഈ എയുടെ വാല്യൂം, ബിയുടെ വാല്യൂം, സിയുടെ വാല്യൂം, ഡിയുടെ വാല്യൂം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും യൂസിങ് ക്രാമേഴ്സ് റൂൾ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ടും പ്ലെയിൻ ഇക്വേഷനെ കുറിച്ച് പറയാനുള്ളത്. അതിനകത്ത് 3D ഒബ്ജക്റ്റ് റെപ്രസെൻറ്റേഷൻ മെത്തേഡാണ് പോളിഗൺ മെഷ്. പോളിഗൺ മെഷിനകത്ത് മെയിനായിട്ടും വരുന്ന 2 ടൈപ്പാണ്. ഒന്ന് ട്രയാങ്കുലർ സ്ട്രിപ്പും രണ്ടാമത്തെ ക്വാഡ്രിലാറ്ററൽ മെഷും. അപ്പോൾ 3D ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അനദർ ടൈപ്പാണ് പോളിഗൺ മെഷ്. അപ്പോൾ പോളിഗൺ മെഷിനകത്ത് മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഈച്ച് എഡ്ജ് ഈസ് ഷെയർഡ് ബൈ അറ്റ്മോസ്റ്റ് 2 പോളിഗൺസ്. അപ്പോൾ ഇതിനകത്ത് ഓരോ എഡ്ജും ഷെയർ ചെയ്യുന്നത് മാക്സിമം 2 പോളിഗൺസ്, 2 പോളിഗണിനെ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഇതൊരു കപ്പും സോസിൻ്റെയും ഒരു ഫിഗറാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഈ പോളിഗൺ മെഷ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് ഈ കാണിച്ചേക്കുന്നത്, ഫിഗർ വെച്ചിട്ട് കാണിച്ചേക്കുന്നത്. ദെൻ ഇതിൻ്റെ പോളിഗൺ മെഷ് 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ട്രയാങ്കിൾ സ്ട്രിപ്പ്. ട്രയാങ്കിൾ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് ട്രയാങ്കിൾ സ്ട്രിപ്പിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഈച്ച് എഡ്ജ് ഈസ് ഷെയർഡ് അറ്റ്മോസ്റ്റ് 2 പോളിഗൺസ്. ഈച്ച് എഡ്ജ്, അപ്പോൾ ഇതിനകത്ത് ഈ എഡ്ജ് ഷെയർഡ് ബിറ്റ്വീൻ ഈ 1 and 2 എന്നുള്ള ഈ 2 സർഫസിനും പോളിഗൺ സർഫസിനും ഷെയ്ഡാണ് ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ട്രയാങ്കിൾ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഇതൊരു ടൈപ്പ് ഓഫ് പോളിഗൺ മെഷാണ്. ദിസ് ഫങ്ഷൻ പ്രൊഡ്യൂസസ് n-2 കണക്റ്റഡ് ട്രയാങ്കിൾസ്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ 13 വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. 13 വെക്ടേഴ്സ് n ഈസ് ദ നമ്പർ ഓഫ് വെർട്ടിസസ്. 13 വെർട്ടെക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് ഇത് വെർട്ടെക്സ് കാണിച്ചേക്കുന്നത്. 1, 2, 3, 4, 5, 6, 7, 8 ഇത്രയും വെർട്ടെക്സുകളുണ്ട്. അതായത് 13 വെർട്ടെക്സുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും 13 - 2 ട്രയാങ്കിൾസ് ഡെവലപ്പ് ചെയ്യാം എന്നാണ് പറയുന്നത്. 13 - 2 മീൻസ് 11 ട്രയാങ്കിൾസ്. ഇപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് 11 ട്രയാങ്കിൾസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില എഡ്ജസ് എന്താണ്, ഷെയ്ഡാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ട്രയാങ്കിൾ സ്ട്രിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോളിഗൺ മെഷിൻ്റെ ഒരു ടൈപ്പാണ്. നെക്സ്റ്റ് വൺ ഈസ് ക്വാഡ്രിലാറ്ററൽ മെഷ്. ക്വാഡ്രിലാറ്ററൽ മെഷിന് എക്സാമ്പിളാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഷ് ഓഫ് n-1 by m-1 ക്വാഡ്രിലാറ്ററൽസ്. അത്രയും ക്വാഡ്രിലാറ്ററൽസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. n-1 by m-1. അതിൽ m എന്ന് പറയുന്നത് give the coordinates for n by m array of vertex. That means അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ മെഷാണ് ഇത് കാണിച്ചേക്കുന്നത്. അതിനകത്ത് ഇറ്റ് കണ്ടെയ്ൻസ് 12 ക്വാഡ്രിലാറ്ററൽസ്. ഇപ്പോൾ നമ്മൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും 12 ക്വാഡ്രിലാറ്ററലുണ്ട്. അത് കൺസ്ട്രക്റ്റ് ചെയ്തേക്കുന്നത് എവിടെ നിന്നാണ്? 5 × 4 എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. അതായത് n-1 × m-1. n-1 എന്നിൻ്റെ വാല്യൂ 5 ആണെന്ന് വിചാരിക്കുക. 5 - 1 4 × 4 - 1. 4 - 1 ഈസ് 3. ഓക്കെ, അപ്പോൾ 4 × 3 12 ക്വാഡ്രിലാറ്ററൽസ് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 5 × 4 ആണെന്ന് വിചാരിക്കുക. അതിൽ 5 എന്ന് പറയുന്നത് എന്നും 4 എന്ന് പറയുന്നത് എമ്മും ആണെങ്കിൽ n-1 ×
m-1 ചെയ്ത് കിട്ടുന്ന ആൻസറായിരിക്കും എത്ര നമ്പർ ഓഫ് ക്വാഡ്രിലാറ്ററൽ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പോളിഗൺ മെഷ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് 3D ഒബ്ജക്റ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ അതിനകത്ത് രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് ട്രയാങ്കിൾ സ്ട്രിപ്പ് വഴിയും ഒന്ന് ക്വാഡ്രിലാറ്ററൽ വഴിയും. ട്രയാങ്കിൾ സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എത്ര നമ്പർ ഓഫ് വേർട്ടെക്സ് ഉണ്ടോ അത് -2 ട്രയാങ്കിൾസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ n-1 ഇൻറ്റു m-1 ക്വാഡ്രിലാറ്ററൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. എവിടെ നിന്ന് നമുക്കൊരു അറേ തന്നേക്കുവാണ് 5 × 4 എന്നുള്ളൊരു അറേ തന്നേക്കുവാണെങ്കിൽ ആ അറേയിൽ നിന്ന് നമുക്ക് 12 ക്വാഡ്രിലാറ്ററൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് പോളിഗൺ മെഷിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ക്വാഡ്രിക് സർഫസസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാഡ്രിക് സർഫസസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ജസ്റ്റ് ബ്രീഫായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഒരു 3D ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അനദർ മെത്തേഡാണ് ക്വാഡ്രിക് സർഫസ്. അപ്പോൾ ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ക്വാഡ്രിലാറ്ററലായിട്ട് നമ്മൾ പറയുന്നത് സ്പിയറാണ്. സ്പിയർ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സ്പിയർ എന്ന്. അതിൻ്റെ ജസ്റ്റ് ഇക്വേഷന് നമ്മൾ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു 3D ഒബ്ജക്റ്റിനെ നമുക്കൊരു സ്പിയറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. അതിൽ നിന്നും നമുക്ക് ഇങ്ങനെയുള്ള എക്സ് വൈ ഇസഡ് എന്നുള്ള ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ വഴിയാണ് ഇതെടുക്കുന്നത്. നെക്സ്റ്റ് വരുന്ന എലിപ്സോയിഡാണ്. എലിപ്സോയിഡിനകത്തും ഇങ്ങനെ എലിപ്സോയിഡിൻ്റെ ഒരു ഫിഗർ വരയ്ക്കുക. ദെൻ അതിൻ്റെ ഇക്വേഷൻ എലിപ്സോയിഡിൻ്റെ ഇക്വേഷനാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് 3D ഒബ്ജക്റ്റിനെ ഇക്വേഷൻസ് എല്ലാം യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് എലിപ്സോയിഡിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ടോറസ് എന്നുള്ളൊരു ഷേപ്പാണ്. ആ ടോറസിൻ്റെ ഇക്വേഷൻ ഇതാണ്. ടോറസിൻ്റെ ഇക്വേഷൻ ഇതാണ്. അതിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷനും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് 3D ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അനദർ മെത്തേഡ് ഈസ് ടോറസ് എന്നുള്ളതാണ് അനദർ മെത്തേഡ്. ഡെഫിനറ്റ് ഷേപ്പ് ഒബ്ജക്റ്റാണ് ടോറസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ദെൻ ഇതിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ടോറസിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പോളിഗൺ സർഫസ് യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ് പോളിഗൺ ടേബിൾ. ദെൻ രണ്ടാമത്തെ മെത്തേഡായിട്ട് നമ്മൾ പറഞ്ഞത് പ്ലെയിൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ദ തേർഡ് വൺ ഈസ് പോളിഗൺ മെഷ് യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഒരു 3D ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ക്വാഡ്രിക് സർഫസ് എന്നുള്ളൊരു മെക്കാനിസം യൂസ് ചെയ്തിട്ട് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാഡ്രിക് സർഫസ് അതിനകത്ത് 2-3 എണ്ണമാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതും വെച്ചിട്ട് നമുക്ക് 3D ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ബ്രീഫായിട്ടും 3D ഒബ്ജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.